അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ദുറൂസുൽ ഇഹ്സാനിലെ ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ബന്ധുക്കളെ എനിക്ക് ഇഷ്ടമാണ്. ബന്ധുക്കളെക്കുറിച്ചുള്ള പാഠമാണ്, ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ പാഠത്തിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തൽ അള്ളാഹുവിനും ഇഷ്ടമാണ്, റസൂലിനും ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ നല്ല രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ എന്താണ് ലഭിക്കുക? നമുക്ക് നോക്കാം. റിസ്ക് വിശാലമാകും. ആയുസ് കൂടും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇനി കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? കുടുംബക്കാരുമായി എങ്ങനെ നല്ല ബന്ധം പുലർത്താം നോക്കാം. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതഖ ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം കുടുംബക്കാരുമായി ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതഖ ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ഒരു ഹദീസ് നമുക്ക് നോക്കാം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ ആഖിരി ഫല്യസിൽ റഹിമഹ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്തുകൊള്ളട്ടെ. ഇനി പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ഉത്തരം എഴുതാമെന്നുള്ളതാണ് ഒന്നാമത്തത്. ചോദ്യം 1, കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4. കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ചോദ്യം 2, കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4. കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4. ഉത്തരം: കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സദഖ ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം.
ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? ഉത്തരം: നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉസ്താദിനോട് അന്വേഷിക്കാം. കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി. കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി 2 കൂലിയാണ്. സ്വതക്കയുടെ കൂലിയും ലഭിക്കും, കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. സ്വതക്കയുടെ കൂലിയും ലഭിക്കും, കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. ഇനി മൂന്നാമത്തത് കുടുംബമരം വരക്കാം. ഒരു മരം വരച്ച് അതിൽ നിങ്ങളുടെ മാതൃകുടുംബത്തെയും പിതൃകുടുംബത്തെയും നമ്മൾ വെവ്വേറെയായി അതിൽ എഴുതണം. അഥവാ നമ്മുടെ ഉപ്പയുടെ സഹോദരങ്ങൾ ആരെല്ലാം, ഉപ്പയുടെ സഹോദരിമാർ ആരെല്ലാം, ഉമ്മയുടെ സഹോദരങ്ങൾ ആരെല്ലാം, സഹോദരിമാർ ആരെല്ലാം. ഇങ്ങനെയാണ് ആ മരത്തിൻ്റെ ഓരോ ഇലകളിലായിട്ട് എഴുതേണ്ടത്. ആ രൂപം എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി വരച്ച് ഉസ്താദിനെ കാണിക്കുക. 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 2ാമത്തെ പാഠം നോക്കാം. അയൽവാസികൾ. പാഠത്തിൻ്റെ പേര് അയൽവാസികൾ. അയൽവാസികളെക്കുറിച്ചുള്ള വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പാഠമാണ് ഇത്. നമുക്ക് നോക്കാം, അയൽവാസികളെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം. കൂട്ടുകാരെ, നമ്മുടെ അടുത്ത വീടുകളിൽ പ്രയാസമുണ്ടാകുമ്പോൾ സഹായത്തിന് വേണ്ടി നാം അവിടെ ഓടിയെത്താറില്ലേ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള 40 വീടുകൾ അഥവാ ഓരോ ഭാഗത്തെയും 40 40 40 40 വീടുകളെ അയൽവാസികളെന്ന് പറയുന്നു. നല്ല 2 അയൽവാസികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു കഥ പറയാം. നല്ല 2 അയൽവാസികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു കഥ. വർഷങ്ങൾക്ക് മുമ്പ് ഖുറാസാനിലെ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസം കാരണം ആ ജൂതൻ തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെച്ചു. 2000 നാണയമായിരുന്നു അദ്ദേഹം അതിന് ആവശ്യപ്പെട്ട വില. പക്ഷേ അതിന് 1000 നാണയമാണ് വിലയെന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വീടിൻ്റെ വില 1000 നാണയമാണ്. 1000 നാണയം എൻ്റെ നല്ല അയൽപക്കത്തിനുള്ള വിലയാണ്. ആരാണ് നിങ്ങളുടെ അയൽവാസി എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്ന് ആ ജൂതൻ മറുപടി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വീടിൻ്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. കഥയിലെ ഗുണപാഠങ്ങൾ നോക്കൂ. കഥയിലെ ഗുണപാഠങ്ങൾ: അയൽവാസികളെ സ്നേഹിക്കണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. അയൽവാസി ഏത് മതവിശ്വാസി ആയാലും നാം ഗുണം മാത്രം ചെയ്യണം. അയൽവാസിയോടുള്ള കടമകൾ എന്താണ്? അത് നമുക്ക് നോക്കാം. അയൽവാസിയോടുള്ള കടമകൾ: അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അവരെ ബഹുമാനിക്കുക. അവർക്ക് ഗുണം ചെയ്യുക. അവരെ സന്ദർശിക്കുക. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അവരുടെ കുറവുകൾ മറച്ചു വെക്കുക.
എന്നൊരു ഹദീസ് നമുക്ക് നോക്കാം. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ് നമ്മുടെ അയൽവാസികൾ? ഉത്തരം, നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ചോദ്യം 2, അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4 എണ്ണം. അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4 എണ്ണം. ഉത്തരം, അവരെ വേദനിപ്പിക്കരുത്. അവർ നമ്മെ വേദനിപ്പിച്ചാലും നാം പൊറുക്കുക. അവരെ ബഹുമാനിക്കുക. അവർക്ക് ഗുണം ചെയ്യുക. അവരെ സന്ദർശിക്കുക. അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക. അവരുടെ കുറവുകൾ മറച്ച് വെക്കുക. ചോദ്യം 3, രണ്ടാമത്തെ ഭാഗം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉസ്താദിനോട് അന്വേഷിക്കാം. ചോദ്യം 1, അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അഥവാ അയൽവാസികളോട് നാം കടമകൾ പാലിച്ചില്ലെങ്കിൽ അള്ളാഹുവിനും റസൂലിനും നമ്മളോട് ഇഷ്ടമല്ല. അയൽവാസികളോട് നമ്മൾ അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഗുണം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അയൽവാസികളോടുള്ള കടമകൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അനുഭവം പറയാം. അയൽവാസിയോട് മര്യാദയോടെ പെരുമാറിയ ഒരനുഭവം. നമുക്ക് നമ്മുടെ അയൽവാസികളോട് ഒരുപാട് തവണ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അവരുടെ സന്തോഷത്തിൽ ഒന്നിച്ചു ചേരുകയും അവർക്ക് ദുഃഖം വന്നാൽ ആ ദുഃഖത്തിൽ ഒന്നിച്ചാവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അതെല്ലാം ഒരു അനുഭവങ്ങളായി നമ്മൾ പറയുക. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അയൽവാസികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ. നമ്മുടെ അയൽവാസികൾക്ക് ആർക്കെങ്കിലും നാം നന്മകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സേവനങ്ങൾ എന്തെല്ലാം, ആ സഹായങ്ങൾ എന്തെല്ലാം, അത് നമ്മൾ പറയുക. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ലൈസൽ മുഅ്മിനു ഡേഷ് ജംബിഹി. അതിനെ പൂരിപ്പിക്കേണ്ട ഭാഗം എങ്ങനെയാണ്? ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ദുറൂസുൽ ഇഹ്സാനിൻ്റെ 3ാമത്തെ പാഠം നോക്കാം. ദുറൂസുൽ ഇഹ്സാനിൻ്റെ 3ാമത്തെ പാഠം വിരുന്നൂട്ടൽ. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്കൊരു പാട്ട് പാടാം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം. വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം. വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം.
വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം. വിരുന്നുകാരവർ റഹ്മത്താണ്, നാശയം എന്തൊരു സന്ദേശം. വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം. വിരുന്നുകാരവർ റഹ്മത്താണ്, നാശയം എന്തൊരു സന്ദേശം. വിരുന്നുകാരുമായി ബന്ധപ്പെട്ട നല്ല ഒരു പാട്ടായിരുന്നു ഇത്. ഒന്നുകൂടി നമുക്ക് പാടാം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം. വിരുന്നുകാർക്കായി വിഭവമൊരുക്കാൻ വീട്ടുകാർക്ക് ആവേശം. വിരുന്നുകാരാൽ ബർക്കത്തൊഴുകും വീട്ടിൽ എന്നത് സന്തോഷം. വിരുന്നുകാരവർ റഹ്മത്താണ്, നാശയം എന്തൊരു സന്ദേശം. നമുക്ക് പാഠഭാഗത്തിൽ എന്തൊക്കെ പറയുന്നു എന്ന് നോക്കാം. ബന്ധുക്കളും മറ്റും നിങ്ങളുടെ വീടുകളിൽ വിരുന്നെത്തുന്നതും അവരുടെ വീടുകളിലേക്ക് വിരുന്നു പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അതിഥികളെ അഥവാ വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. വിരുന്നിൻ്റെ മര്യാദകൾ. ഇനി വിരുന്നിൻ്റെ മര്യാദകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. പ്രസന്ന ഭാവത്തോടെ കൂടിയായിരിക്കണം വിരുന്നുകാരെ സ്വീകരിക്കേണ്ടത്. 2, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. വിരുന്നുകാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. വിരുന്നുകാരോടൊപ്പം വീട്ടുകാരും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. വിരുന്ന് വന്നവർ വീട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അതിഥികളെ സൽക്കരിക്കട്ടെ. നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് 3 എഴുതുക. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ 3 എഴുതുക. ഉത്തരം: പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. ചോദ്യം 2. അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. അതിഥിയായി വന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ 2 എഴുതുക. ഉത്തരം: വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം ആസൂത്രണം ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്ന് വരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും? നമ്മൾ നല്ല ഭക്ഷണം ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായ വസ്തുക്കൾ വാങ്ങും. അവർക്ക് ഇരിക്കാനും താമസിക്കാനും ഉള്ള എല്ലാ ഭാഗങ്ങളും വൃത്തിയായി ഒരുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും.
അവരെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചോദിച്ചു മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വീട്ടിൽ വിരുന്നു പോകാൻ തീരുമാനിക്കുന്നു. അവിടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സംഭാഷണം നടത്തേണ്ടതെന്നും മാതാപിതാക്കളോട് ചോദിച്ചു മനസ്സിലാക്കാം. അതെ, നമ്മൾ ഒരു സ്ഥലത്ത് വിരുന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മൾ അവിടെ ചെന്ന് അവരോട് സലാം പറഞ്ഞ് വീട്ടിൽ കയറുക. അവരുടെ സുഖ വിവരങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. താമസിക്കുകയാണെങ്കിൽ അവർ ഒരുക്കിയ സ്ഥലത്ത് തന്നെ താമസിക്കുക. തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ദുറൂസുൽ ഇഹ്സാൻ്റെ നാലാമത്തെ പാഠം നമുക്ക് നോക്കാം. ദുറൂസുൽ ഇഹ്സാൻ്റെ നാലാമത്തെ പാഠം അദബ് വേണം ഭോജനത്തിലും. അഥവാ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ അദബോടുകൂടി മര്യാദയോടുകൂടി കഴിക്കണം. അതിൻ്റെ മര്യാദകൾ എന്തെല്ലാം എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന് ചില മര്യാദകൾ നാം പാലിക്കേണ്ടതുണ്ട്. എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബും ആയിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, നല്ലതായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. അടുത്തത് 2 കൈകളും വായയും കഴുകുക. 2 കൈകളും വായയും കഴുകുക. അടുത്തത് ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക. കഴിക്കുമ്പോൾ ഇരുന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ഭക്ഷണത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. അല്പാൽപമായി കഴിക്കുക, നന്നായി ചവച്ച് തിന്നുക. അല്പാൽപമായി കഴിക്കുക, നന്നായി ചവച്ച് തിന്നുക. ധൃതി കാണിക്കാതിരിക്കുക, തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. ധൃതി കാണിക്കാതിരിക്കുക, തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴുകുക. ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കണം. വീണാലോ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. അടുത്തത് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. നമ്മുടെ ശ്വാസം ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും വിടാതിരിക്കുക. അടുത്തത് സംഘമായി ഭക്ഷണം കഴിക്കുക. സംഘമായി ഭക്ഷണം കഴിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്കുള്ള ഭക്ഷണം അതിൽ നമ്മൾ തൃപ്തിയാവുക. ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക. ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക. അടുത്തത് ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക.
ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴിക്കുക. ശേഷം കയ്യും വായയും കഴുകുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യും വായയും കഴുകുക. ഒരു ഹദീസ് നമുക്ക് നോക്കാം, അഥവാ ഒരു ദിക്ർ നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലുക. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഒരു വാചകമാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഉത്തരം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ചോദ്യം 2, ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം? ഉത്തരം, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ചോദ്യം 3, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ നിന്ന് 4 എഴുതുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ 4. കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യിബുമായിരിക്കുക. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. 2 കൈകളും വായയും കഴുകുക. ഇരുന്ന് കഴിക്കുക. വലത് കൈ കൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. ഇങ്ങനെ ഒരുപാട് അതിൻ്റെ മര്യാദകളുണ്ട്. അതിൽ നിന്ന് 4 മാത്രം എഴുതുക. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്തു ചൊല്ലണം? ഉത്തരം, ഭക്ഷണം എന്തു ചെയ്യണം? ചോദ്യം 1, ഭക്ഷണം താഴെ വീണാൽ എന്ത് ചെയ്യണം? വൃത്തിയാക്കി കഴുകുക, എന്നിട്ട് കഴിക്കുക. വൃത്തിയാക്കി അതിനെ കഴിക്കുക. ചോദ്യം 2, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കയ്യും വായയും കഴുകുക. അതേപോലെ ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴുകുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഇവയെല്ലാം അതിൻ്റെ ഭാഗമാണ്. ചോദ്യം 3, തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എന്ത് പറയണം? ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ശീലമാക്കാം എന്നതാണ്. ചോദ്യം 1, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വിരൽ കൊണ്ട് തുടച്ചെടുക്കുകയും വിരലുകൾ ഊമ്പുകയും ചെയ്യൽ. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പാത്രം തുടച്ച് വൃത്തിയാക്കണം, വിരലുകൾ ഊമ്പണം. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം പ്രയോഗിക്കാം. വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംഘമായി അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കൽ. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അതും എല്ലാ അദബുകളും പാലിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം. ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉസ്താദിനോട് ചോദിക്കാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അള്ളാഹുവിന് ഭക്ഷണം കഴിപ്പിച്ചതിന്, അതേപോലെ അള്ളാഹു നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നതിന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് സ്തുതിയും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വാചകമാണ് ഇത്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക.
അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി